എംഎസ് ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയായ ഒരു പുലാവാണിത്. ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതിനുവേണ്ടി 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസ് ആണെങ്കിലും മതിയാകും. ഇത് കഴുകി കുതിർത്ത് വെക്കണം. ഒരു അരമണിക്കൂർ ഇത് കുതിരാനായി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാളയാണ്. നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബീൻസ് വേണം. ഒരു 6 ബീൻസ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒരെണ്ണം ഇതുപോലെ 1 ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് പച്ചമുളക് ഒരെണ്ണം കഷ്ണങ്ങളാക്കിയത്, പകുതി ചെറുനാരങ്ങ, ഇത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ബേ ലീഫ് ഒരെണ്ണം, ഗ്രാമ്പു 3, പട്ട 3 ചെറിയ പീസ്, ഏലക്ക 2 എണ്ണം, കുരുമുളക് 1/4 ടീസ്പൂൺ, കുറച്ച് മല്ലിയില, പിന്നെ ഒരു ചെമ്പിലയും വേണം. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, സൺഫ്ലവർ ഓയിൽ 3 ടേബിൾ സ്പൂൺ, നെയ്യ് 1 ടേബിൾ സ്പൂൺ. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന മെഷർമെന്റിലാണ് എടുക്കേണ്ടത്. 2 കപ്പ് അരിക്ക് 2 കപ്പ് തേങ്ങാപ്പാലും 2 കപ്പ് വെള്ളവുമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തം 4 കപ്പ് എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ പുലാവ് ഉണ്ടാക്കിയെടുക്കാം. കുക്കർ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ കൂടി ഒഴിക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരണം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുത്ത് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. അധികം വഴറ്റി ബ്രൗൺ കളർ ഒന്നും ആകേണ്ട. ഇപ്പോൾ സവാള വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇതിന്റെ പച്ചമണമൊന്ന് മാറി വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും വെള്ളവും ചേർത്ത് കൊടുക്കാം. രമ്പയില ഇടാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. വെള്ളം ടേസ്റ്റ് ചെയ്ത് ഉപ്പിന്റെ പാകം നോക്കണം. അല്പം മുൻപന്തിയിൽ ഉപ്പ് നിൽക്കണം. ഇതിലേക്ക് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കാം.
ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. ഇപ്പോൾ വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്തി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ആക്കാം. ഇതിന്റെ സ്റ്റീം തനിയെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ സ്റ്റീം പോയി കഴിഞ്ഞു. ഇനി നമുക്കിത് തുറക്കാം. നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. അല്പം മല്ലിയില കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. നല്ല ടേസ്റ്റിയായ ഈ പുലാവ് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.